ഇന്നേക്ക് 80 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി ഭരണ സംവിധാനത്തിന്റെ അമേരിക്കൻ വൽക്കരണത്തിനെതിരെ ഒരു സമരം നടന്നു. ആലപ്പുഴയിലെ 2 പഞ്ചായത്തുകളിലായി നടന്ന ആ സമരം നമ്മുടെ നാടിന്റെ സമര ചരിത്രത്തിലെ ഒരു ഉജ്ജ്വലമായ ഏടാണ്. 80 വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു അമേരിക്കൻ മോഡൽ നമ്മുടെ മുന്നിൽ പരോക്ഷമായി അവതരിപ്പിക്കപ്പെടുന്നു. ആരോഗ്യരംഗത്തുള്ള ഒരു ഗ്യാരണ്ടിയായി ഇന്ന് കേരളത്തിലെ ഒരു പ്രമുഖ മുന്നണി കേരളത്തിൽ ഓരോ കുടുംബത്തിനും 25 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് എന്ന ഗ്യാരണ്ടി അവതരിപ്പിക്കുമ്പോൾ അത് മറ്റു പലതിനുമുള്ള ഗ്യാരണ്ടി കൂടിയാണ്. സർക്കാർ മേഖലയിലെ പൊതു ആരോഗ്യ സംവിധാനങ്ങളെ തുടച്ചു നീക്കാനുള്ള ഗ്യാരണ്ടി, ആരോഗ്യ ചെലവുകൾ വർദ്ധിപ്പിക്കാനുള്ള ഗ്യാരണ്ടി, കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ അമേരിക്കൻ മുതലാളിത്തത്തിന്റെ കീഴിൽ സമർപ്പിക്കാനുള്ള ഗ്യാരണ്ടി. ഇത് മനസ്സിലാക്കാൻ ഇന്നത്തെ അമേരിക്കൻ ആരോഗ്യ സംവിധാനത്തെ ഒന്ന് പെട്ടെന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. ഒരു ശരാശരി അമേരിക്കക്കാരൻ രോഗിയായി ആശുപത്രിയിൽ കിടക്കുമ്പോൾ ആശുപത്രികളും ഇൻഷുറൻസ് കമ്പനികളും തമ്മിൽ അയാളുടെ ആരോഗ്യ ചെലവുകളുടെ കാര്യത്തിൽ ഒരു ഡീലിൽ ഏർപ്പെടുന്നു. ഇൻഷുറൻസ് കമ്പനികളുടെ ശക്തിയും വിപണി ബലവും അനുസരിച്ച് ആരോഗ്യ ചെലവുകൾ ഏറിയും കുറഞ്ഞുമിരിക്കും. ഇതിനായി വ്യക്തികൾ പലപ്പോഴും അവരുടെ തൊഴിൽദാതാക്കൾ ഒരു നല്ല തുക ഇൻഷുറൻസ് പ്രീമിയമായി അടയ്ക്കേണ്ടതുണ്ട്. പ്രായമേറി ജോലിയിൽ നിന്നും വിരമിക്കുമ്പോൾ വ്യക്തികളുടെ ചുമലിലേക്ക് വരുന്നു. ആയിരക്കണക്കിന് ഡോളറിന്റെ പ്രതിമാസ പ്രീമിയം അടയ്ക്കാൻ സാധിക്കാത്ത പലരും അമേരിക്കയിലെ ഇൻഷുറൻസ് അധിഷ്ഠിത ആരോഗ്യ പരിരക്ഷയിൽ നിന്നും പുറന്തള്ളപ്പെടുന്നു. മനുഷ്യന്റെ ആരോഗ്യം ലാഭത്തിനുള്ള ഒരു മാർഗം മാത്രമാകുമ്പോൾ ആ ലാഭത്തിലേക്ക് സംഭാവന ചെയ്യാൻ മാത്രം സാമ്പത്തിക ശേഷിയില്ലാത്തവർ സ്വാഭാവികമായി പുറന്തള്ളപ്പെടുന്നു. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്ന് മേനി പറയുന്ന രാജ്യത്തിലെ മനുഷ്യരുടെ ആരോഗ്യരംഗം അത്രമേൽ പരിതാപകരമാണ്. കേരളം എല്ലാ കാലത്തും അമേരിക്കൻ മാതൃകയുടെ വിപരീത ദിശയിലുള്ള ആരോഗ്യ ക്രമീകരണമാണ് സ്വീകരിച്ചത്. കേരള മോഡലിനെ അടയാളപ്പെടുത്തിയ പ്രധാന ഘടകങ്ങളിലൊന്ന് ആരോഗ്യരംഗത്തെ സർക്കാർ നിക്ഷേപങ്ങളാണ്. സർക്കാർ മേഖലയിലെ ആരോഗ്യ സേവനം കാര്യമായി മെച്ചപ്പെടുത്തിയ ഒരു ദശകം കൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞുപോയത്. പ്രാഥമിക ആരോഗ്യരംഗത്തിന്റെ ശക്തിപ്പെടുത്തലോടൊപ്പം തന്നെ സർക്കാർ മേഖലയിൽ ഇന്ന് ലോകോത്തരമായ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, അവയവമാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട്, അർബുദ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയെല്ലാം സ്ഥാപിക്കപ്പെട്ടു. ഇന്ന് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള സങ്കീർണ ആരോഗ്യ സേവനങ്ങൾ സാധാരണമാകുന്നു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിച്ച് വളരെ കൂടുതൽ സൗകര്യങ്ങളുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി പരിവർത്തനപ്പെടുത്തിയതും ഈ കാലത്ത് തന്നെ. ഇന്ന് കേരളത്തിലെ പൊതു ആരോഗ്യരംഗം കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി സർക്കാർ സ്ഥാപനങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു. ഇനിയും ഇതേ ദിശയിൽ നമുക്കേറെ സഞ്ചരിക്കാനുണ്ടെന്ന് നാം എല്ലാവരും മനസ്സിലാക്കുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് കേരളത്തിൽ കഴിഞ്ഞ 2 വർഷത്തോളമായി സഹസ്ര കോടികളുടെ അമേരിക്കൻ മൂലധന നിക്ഷേപം ആരോഗ്യരംഗത്തേക്ക് വരുന്നത്. നിലവിലുള്ള സ്വകാര്യ ആശുപത്രികളെ ഏറ്റെടുക്കുന്നതിലൂടെയാണ് അവർ നമ്മുടെ നാട്ടിൽ ചുവടുറപ്പിക്കുന്നത്. മറ്റിടങ്ങളിലെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ ഇവയെല്ലാം തന്നെ അടുത്ത 5 വർഷം കൊണ്ട് വലിയ ലാഭം കൊയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനായി അവർക്ക് ഏറ്റവും കൂടുതൽ രോഗികളെ ആകർഷിച്ച് ഏറ്റവും വില കൂടിയ ചികിത്സ നൽകി ഏറ്റവും കുറച്ചു മാത്രം ഡോക്ടർമാരുടെ സേവനം ഉപയോഗിച്ച് ഈ ആശുപത്രികൾ നടത്തേണ്ടതുണ്ട്. സ്വാഭാവികമായ ഇത്തരം ലാഭലക്ഷ്യങ്ങൾ അടുത്ത 5 വർഷങ്ങളിലായി നമ്മുടെ മുന്നിൽ പല രീതിയിൽ അവതരിക്കാനിരിക്കുന്നു. സർക്കാർ ആശുപത്രികളെ താറടിച്ചു കാണിക്കുന്ന വാർത്തകൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ രോഗികളെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ അവർ ശ്രമിക്കും. വർണ്ണശബളമായ പരസ്യങ്ങളുടെ ബാഹുല്യത്തിലൂടെ അവർ നമ്മുടെ കണ്ണഞ്ചിപ്പിക്കും. ഒരു ചെറു രോഗത്തിന് അവരുടെ പക്കൽ പോയാലും നമ്മെ വാക്കുകൾ കൊണ്ട് ആശങ്കയിലാഴ്ത്തി അവർ ചിലവേറിയ ടെസ്റ്റുകൾക്കും അനാവശ്യ ശസ്ത്രക്രിയകൾക്കും വിധേയരാക്കും. അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഹെൽത്ത് പാക്കേജ് ഓഫറുകൾ എടുപ്പിക്കാൻ അവർ ഇൻഫ്ലുവൻസർ ഡോക്ടർമാരുടെ ഒരു സേനയെ വളർത്തിയെടുക്കും. ഇങ്ങനെ എന്തെല്ലാം നാം കാണാനിരിക്കുന്നു. ഈ ഒരു മുതലാളിത്ത കടന്നുവരവിനെ ചെറുക്കാൻ നമുക്കിന്ന് ശക്തമായ ഒരു സർക്കാർ ആരോഗ്യ മേഖലയുണ്ട്. അതിനെ കൂടുതൽ ശാക്തീകരിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള ഏക പോംവഴി. ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലിൽ എത്തി നിൽക്കുമ്പോൾ സർക്കാർ ആരോഗ്യരംഗത്തെ ശാക്തീകരിക്കാൻ തങ്ങൾ വ്യത്യസ്തമായി എന്ത് ചെയ്യും എന്ന് ജനങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയാനുള്ള ഒരു അവസരമാണ് പ്രതിപക്ഷത്തിനുള്ളത്. എന്നാൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന മാർഗം ഒരു വിചിത്രമായ ഗ്യാരണ്ടിയാണ്. എല്ലാ കുടുംബത്തിനും 25 ലക്ഷത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് നൽകും എന്ന ഗ്യാരണ്ടി. ഇങ്ങനെ ഒരു ഇൻഷുറൻസ് ലഭ്യമാക്കിയാൽ പല കാര്യങ്ങൾ ഒന്നിച്ചു നടക്കും. ഇൻഷുറൻസ് ഗ്യാരണ്ടി എന്ന കുടയുടെ തണലിൽ അവർ നമ്മയൊക്കെ പിടിച്ചു നടത്തുന്നത് നിശ്ചയമായും അമേരിക്കൻ മൂലധനത്തിന്റെ കൈപ്പിടിയിലുള്ള ആശുപത്രികളിലേക്കായിരിക്കും. അവയ്ക്കാവശ്യമുള്ള രോഗികളെ സംഭാവന ചെയ്യാനുള്ള ഗ്യാരണ്ടി കൂടിയായി ഇത് പ്രവർത്തിക്കും.
25 ലക്ഷം എന്ന ഭീമമായ തുക ഇന്നത്തെ സാധാരണ ആരോഗ്യ ചെലവുകൾ ആവശ്യപ്പെടുന്ന ഇൻഷുറൻസ് പരിരക്ഷയേക്കാൾ വളരെ കൂടുതലാണെന്നിരിക്കെ ആശുപത്രികൾക്ക് തങ്ങളുടെ സാധാരണ സേവനങ്ങളുടെ വില വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പം മാർഗവുമാകും ഈ ഗ്യാരണ്ടി. ആരോഗ്യ ചെലവുകൾ ഇങ്ങനെ ഘട്ടം ഘട്ടമായി വർദ്ധിക്കുന്ന മുറയ്ക്ക് ഇൻഷുറൻസ് പ്രീമിയം തുകയും സ്വാഭാവികമായും വർദ്ധിക്കും. സർക്കാർ അത് ഏറ്റെടുക്കുകയാണെങ്കിൽ ക്രമേണ സർക്കാരിന്റെ ആരോഗ്യ ബഡ്ജറ്റ് മുഴുവൻ അത് കവർന്നെടുക്കും. അത് സർക്കാർ ആശുപത്രികളുടെ ഫണ്ട് വെട്ടിക്കുറയ്ക്കാനുള്ള ന്യായീകരണമായി അവർ ഉപയോഗിക്കും. ക്രമേണ ആരോഗ്യരംഗത്ത് സർക്കാർ സ്ഥാപനങ്ങൾ ഇല്ലാതാവുന്നതിലേക്കായിരിക്കും അത് നയിക്കുക. അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല കാര്യങ്ങൾ. ചികിത്സാ ചെലവിനോടൊപ്പം പ്രീമിയം തുകയും വർദ്ധിക്കുമ്പോൾ സർക്കാരിന് അത് വലിയ ബാധ്യത ആവുകയും സർക്കാർ പ്രീമിയം മുഴുവനായി വഹിക്കുന്നതിൽ നിന്ന് ഘട്ടം ഘട്ടമായി പിൻവാങ്ങുകയും ചെയ്യേണ്ടി വരും. അങ്ങനെ കേരളത്തിലെ ആരോഗ്യരംഗം ക്രമേണ അമേരിക്കൻ വൽക്കരിക്കപ്പെടുക തന്നെ ചെയ്യും. മേൽപ്പറഞ്ഞ എല്ലാ മാറ്റങ്ങളും പൊടുന്നനെയോ നിശ്ചയമായുമോ മേൽപ്പറഞ്ഞ ക്രമത്തിലോ സംഭവിക്കും എന്നല്ല. എന്നാലും കേരളത്തിന്റെ ആരോഗ്യരംഗത്തിന്റെ അമേരിക്കൻ വൽക്കരണത്തിന് ഈ ഇൻഷുറൻസ് ഗ്യാരണ്ടി നാന്ദി കുറിക്കുക തന്നെ ചെയ്യുമെന്നത് പകൽ പോലെ വ്യക്തമാണ്. ബ്ലാക്ക് സ്റ്റോൺ, KKR മുതലായ അമേരിക്കൻ മൂലധന ഭീമന്മാരുടെ കേരള നിക്ഷേപത്തിലുള്ള താല്പര്യങ്ങൾ അവർക്കായി നടത്തിക്കൊടുക്കുകയാവും ഈ ഗ്യാരണ്ടിയിലൂടെ അത് മുന്നോട്ട് വയ്ക്കുന്ന മുന്നണി നടപ്പിലാക്കുക. ഈ ഒരു ഗ്യാരണ്ടിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന നിലയിൽ കമ്പനികൾക്ക് പ്രസ്തുത മുന്നണിയിലേക്ക് കുറച്ച് ഫണ്ട് സംഭാവന ചെയ്യുന്നതിനെക്കുറിച്ചും സ്വാഭാവികമായും ആലോചിക്കാവുന്നതാണ്. ഇനി അങ്ങനെ മുൻകൂറായി എന്തെങ്കിലും സംഭവിച്ചതിന്റെ പശ്ചാത്തലത്തിലാണോ ഈ ഗ്യാരണ്ടി എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. കോൺഗ്രസ് കർണാടകത്തിലോ തെലങ്കാനയിലോ ഇങ്ങനെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഗ്യാരണ്ടി മുന്നോട്ട് വെച്ചിട്ടില്ല. ഇത് കേരളത്തിന്റെ ശക്തമായ ആരോഗ്യരംഗം കണ്ട് കണ്ണു മഞ്ഞളിച്ച അമേരിക്കൻ മൂലധനത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ ഒന്നായി ഒരാൾ നിരീക്ഷിക്കുകയാണെങ്കിൽ പോലും തെറ്റു പറയാൻ സാധിക്കില്ല. എന്തായാലും കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയുള്ള ഒരു ഗ്യാരണ്ടിയല്ല ഇത് എന്ന് തീർച്ച. ഫലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ LDFും UDFും നമ്മുടെ ആരോഗ്യരംഗത്തിലേക്കായി മുന്നോട്ട് വെക്കുന്നത് തികച്ചും വിരുദ്ധ ദിശയിലുള്ള രണ്ട് ദർശനങ്ങളാണ്. LDF പൊതു ആരോഗ്യരംഗത്തെ ആഴത്തിലും വ്യാപ്തിയിലും ശാക്തീകരിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമായിരിക്കുമ്പോൾ UDF കേരളത്തിന്റെ ആരോഗ്യരംഗത്തിനായി ഒരു അമേരിക്കൻ മോഡൽ മുന്നോട്ട് വെക്കുന്നു. 1946 സർ CP മുന്നോട്ട് വെച്ച അമേരിക്കൻ ഭരണക്രമീകരണ മോഡൽ ശക്തിയുക്തം തള്ളിയെങ്കിൽ 2026 ഇന്നത്തെ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന അമേരിക്കൻ ആരോഗ്യ മോഡൽ അതിനേക്കാൾ ഉശിരോടെ തള്ളാനുള്ള ആരോഗ്യം ഇന്ന് കേരള ജനതയ്ക്കുണ്ട്. ഈ അടുത്തിറങ്ങിയ മസ്തിഷ്ക മരണം എന്ന സിനിമയിൽ 2046 കേരളത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു സംഭാഷണത്തിൽ ഒരു കഥാപാത്രം ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കാനായി താൻ വായ്പ എടുക്കുന്നതിനെ കുറിച്ച് വിലപിക്കുന്നുണ്ട്. 2046 കേരളം അങ്ങനെ ആവാതിരിക്കണമെങ്കിൽ നാം ഇന്ന് ബാലറ്റ് പട്ടിയിലൂടെ കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ തകർക്കാനായി കാത്തിരിക്കുന്ന ഗ്യാരണ്ടിയെ തൂത്തെറിയുക തന്നെ വേണം.